മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീ കെ മേഘാവൻ അവരെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഉദ്ഘാടകൻ, നമുക്കെല്ലാം പ്രിയങ്കരനായ ഗാന്ധിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവുമായ ശ്രീ ഹരിദാസ്, എൻ്റെ മാന്യ സഹപ്രവർത്തകൻ അജിത് കൊളാടി, പ്രിയപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി, അതിലെല്ലാം ഉപരിയായി 1970-കൾ തൊട്ട് ഇന്ന് വരെ എൻ്റെ അടുത്ത സ്നേഹിതനായ പി ജെ ആന്റണി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഈ ഗാന്ധി സ്മൃതി ഇങ്ങനെ അനുസ്മരണ സമ്മേളനം ഒരു പ്രത്യേകമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ച ട്രയാങ്കിളിന്റെ എല്ലാ സംഘാടകരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഞാൻ ആന്റണിയോട് ചോദിച്ചു, ഇവരൊക്കെ എന്താ ഈ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു? ആന്റണി പറഞ്ഞു, ഗാന്ധിജിയുടെ ദുഃഖം വ്യക്തമാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇത് ശരിയാത്തോന്നു. മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെയും ലോകത്തിൽ പല രാഷ്ട്രങ്ങളിലുമൊക്കെ ഇന്ത്യയിലാകെ മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് ഉദ്ഘാടകൻ പറഞ്ഞ ചില കാര്യങ്ങൾ യോജിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഗാന്ധിയെ കുറിച്ചും ഇന്ത്യയെ കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ബ്രിട്ടീഷുകാർക്കെതിരായ നിരന്തരമായ പോരാട്ടങ്ങളെ കുറിച്ചും അറിയാവുന്നവർ ഇപ്പോൾ കുറവാണ്. അത് സത്യമാണ്. ആ തലമുറ ഏതാണ്ട് അവസാനിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും സ്വാതന്ത്ര്യ സമരത്തെയും ഒക്കെ അറിയാവുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാം ഓരോന്നോരോന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ അപൂർവം ചില വ്യക്തികൾ മാത്രമാണ് ഇന്ത്യയിൽ അവശേഷിച്ചത്. അതുകൊണ്ട് പുതിയ ജനറേഷന് ഗാന്ധിയെ പരിചയപ്പെടുത്തുന്നതിന് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രശില്പിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രത്തെ നിർമ്മിച്ച, ഇന്ത്യ ഉണ്ടായത് തന്നെ 1947-ലാണ്. അതിനു മുമ്പ് ഇന്ത്യ എന്ന പേരുണ്ടെങ്കിലും ഈ അതിർത്തിക്കകത്തുള്ളൊരു ഇന്ത്യ ഇല്ല. സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മൾ പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളെ സർദാർ വല്ലഭഭായ് പട്ടേലും വാപ്പാല പങ്കിണ്ടി മേനോൻ എന്ന് പറയുന്ന VP മേനോനും ഒക്കെ ചേർന്ന് ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യ നാട്ടുരാജ്യങ്ങളെല്ലാം ലയിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് കാണുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഗാന്ധിയെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് മതേതരത്വവും ജനാധിപത്യവും ഇതിന്റെ അടിത്തറയായി തീർന്നതിനെ കുറിച്ചാണ്. ഇന്ത്യ രാജ്യം ഇന്നൊരു മതേതര രാജ്യമായി നിലനിൽക്കുന്നത്, ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് പ്രധാനമായും രണ്ട് സമന്വിതരായ വ്യക്തിത്വങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന് മഹാത്മാഗാന്ധി, രണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ. ബാക്കിയുള്ള ആളുകളുടെ പങ്കിനെ ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷെ പ്രധാനമായും ഈ രണ്ട് മനുഷ്യരാണ് ഇന്ത്യയെ മതേതര രാഷ്ട്രമാക്കിയത്, ജനാധിപത്യ രാഷ്ട്രമാക്കിയത്. പിന്നെ ഡോക്ടർ അംബേദ്കറും ആ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു പേരാണ്. എന്താണ് മതേതരത്വം, എന്താണ് ഡെമോക്രസി എന്നൊക്കെ ചോദ്യങ്ങൾ ഇന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായി. അന്ന് ജനാധിപത്യവും മതേതരത്വവും ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് നിൽക്കുന്നത് വളരെ സുഖകരമായ ഒരു ഇന്ത്യയിലൊന്നുമല്ല. ഇന്ത്യ വളരെ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒരു 5-10 വർഷം കഴിഞ്ഞാൽ ഈ ഇന്ത്യ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഗുരുതരമായ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഇന്ത്യ ഇത്രയും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരാവശ്യമാണ്.
അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയ എന്നെ മുഹമ്മദ് കുട്ടിയെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അതിന് സഹായിച്ച PJ ആന്റണിയൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണെങ്കിലും നമ്മൾ കുറച്ചു പേർക്ക് ഇന്നിവിടെ ഇരിക്കാൻ സാധിച്ചു. നമ്മൾ പല കാര്യങ്ങളും പ്രധാനപ്പെട്ട പല വിഷയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണഗതിയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർ നിസ്സഹായരും നിസ്സംഗരുമാണ്. ഇപ്പോ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് നമുക്കറിയാം. ആ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ഭീകര രാഷ്ട്രമായ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രാഷ്ട്രത്തെ അധിനിവേശം നടത്തി പൂർണ്ണമായും കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിൽ അതിന്റെ ഒരുപാട് രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായി അതിനെ എതിർക്കുകയും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അതില് ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ എല്ലാ രാഷ്ട്ര തലവന്മാരും തന്നെ നേരിട്ട് പോയ ഒരു സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ആ സമ്മേളനത്തിന് ഇന്ത്യ ചില പ്രതിനിധികളെ അയക്കുമാത്രമാണ്. രാഷ്ട്ര തലവൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയില്ല. ഇന്ത്യ എവിടെ നിൽക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ആ ഒരു നിസ്സംഗത, നിസ്സഹായത നമ്മളിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിസ്സഹായമായ സാഹചര്യം മാറേണ്ടതുണ്ട്. ആ നിസ്സംഗത മാറേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു. ഞാൻ നല്ലൊരു ഹിന്ദു ആകുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകും. നല്ലൊരു ഹിന്ദു ആയാൽ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നതിന് തുല്യമാണ്. അതുപോലെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും യഥാർത്ഥ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി തീരണമെന്നാണ് ഗാന്ധി ഉദ്ദേശിച്ചത്. ആ മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാട്ട് യു മീൻ ബൈ ഡെമോക്രസി? എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമല്ല, മെജോറിറ്റേറിയനിസം അല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശമാണ്. വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധമാണ് ജനാധിപത്യം. അതുപോലെ തന്നെ മതേതരത്വം എന്നാൽ ഗവൺമെന്റ് ഹാസ് നോ റിലിജൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് എല്ലാ മതസ്ഥർക്കും എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും പ്രബോധനം ചെയ്യുവാനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഒക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ വിശ്വാസമില്ലാത്തവർക്കും അതേ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകും. ആ ഭരണഘടന 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു. ഭരണഘടന അംഗീകരിക്കുന്ന 1949 നവംബർ 26 തലേ ദിവസം 25 ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു ഭരണഘടന നമുക്ക് ലഭ്യമായി. പക്ഷേ ഇതെത്ര നല്ല ഭരണഘടനയാണെങ്കിലും മോശക്കാരായ മനുഷ്യരുടെ കയ്യിൽ ഈ ഭരണഘടന കിട്ടിയാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതായി തീരും എന്ന് അന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ അംബേദ്കർ. ആ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യൻ ജനങ്ങൾ തന്നെ തയ്യാറാക്കി ഇന്ത്യക്കാർക്ക് സമർപ്പിച്ചതാണ് നമ്മുടെ ഭരണഘടന. അപ്പൊ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്ന ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിക്കണം എന്ന് ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധി H.V. കാമത്ത് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ഭേദഗതി സമർപ്പിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം അതിന് ശക്തമായി പൊരുതി. അങ്ങനെ അതിനുവേണ്ടി ആ ഭേദഗതി പിൻവലിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം വോട്ടിനിട്ടു. അദ്ദേഹത്തിന്റെ ഭേദഗതി തള്ളിപ്പോയി. അതിന് 43 വോട്ടും ജനങ്ങൾക്ക് 68 വോട്ടും കിട്ടി. അങ്ങനെ ദൈവത്തെ തോൽപ്പിച്ചാണ് ഈ ഭരണഘടന ഉണ്ടായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അംബേദ്കറൊക്കെ പറഞ്ഞ ന്യായീകരണം, ഇന്ത്യ ഈ ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിച്ചാലുള്ള പ്രശ്നം ദൈവത്തിൽ വിശ്വാസമില്ലാത്ത പലരും ഇന്ത്യയിലുണ്ട്. അവർക്കും കൂടിയുള്ള ഭരണഘടന ഇതാണ്. അപ്പോ ഇന്ത്യയുടെ ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിച്ചാൽ ദൈവവിശ്വാസമില്ലാത്തവരുടെ സംഖ്യ ഉണ്ടാവും. അതുകൊണ്ട് അത് ചേർക്കാൻ സാധ്യമല്ല എന്നാണ്.
അപ്പൊ ഈ വിശ്വാസം ഉള്ളവർക്കും അല്ലാത്തവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ലിബർട്ടി എന്നൊക്കെ പറയുന്ന സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടനയിൽ ഇക്വാലിറ്റി ഉണ്ട്, ഫ്രെറ്റേണിറ്റി ഉണ്ട്, ലിബർട്ടി ഉണ്ട്. നമുക്കിപ്പോ ലിബർട്ടി, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാം. ഇന്ന ആൾക്ക് സ്വാതന്ത്ര്യമില്ല, വേറെ ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്ക് വകവെച്ചു തരാൻ അത് പരിശോധിച്ചതിന് ശേഷം കോടതി ഉത്തരവിടും. അതുപോലെ തന്നെ ഇക്വാലിറ്റി, ഞാൻ തുല്യമായ അവകാശങ്ങളുള്ള ആളാണ്. ഒരു ജോലി നിയമത്തിൽ കിട്ടുന്നതിലോ മറ്റു കാര്യങ്ങളിലോ എന്നോട് തുല്യത പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഇക്വാലിറ്റിക്ക് വേണ്ടി നമുക്ക് കോടതിയിൽ ഫേസ് ചെയ്യാം. കോടതി അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് ആ തുല്യത വകവെച്ചു തരും, നമുക്ക് അതിന് ഉത്തരവിടും. എന്നാൽ വേറൊന്ന് ഫ്രെറ്റേണിറ്റിയാണ്, സാഹോദര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാഹോദര്യം എന്നെ അജിത് പിള്ളാടിയോ സിറ്റി മുഹമ്മദ് ഒന്നും സഹോദരനായി കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ ചെന്നാൽ കോടതി അത് എടുക്കില്ല. കാരണം എന്താ, ഫ്രെറ്റേണിറ്റി നമുക്ക് ഉണ്ടാക്കി തരാൻ കോടതിക്ക് സാധ്യമല്ല. പിന്നെ എന്തിനാണ് ഫ്രെറ്റേണിറ്റി ഭരണഘടനയിൽ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് അല്പം പരിമിതി വരാനുള്ള സാധ്യത. എല്ലാവരും സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ ഇക്വാലിറ്റിക്ക് ചില പരിമിതികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പരത്തി പറയാതെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ഇക്വാലിറ്റി വരുമ്പോഴും ഫ്രീഡം വരുമ്പോഴും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇക്വാലിറ്റിയും ഫ്രീഡം തമ്മിലുള്ള സംഘർഷങ്ങളെ ഒരു എന്താ പറയാ, ഒരു സാൻഡ്വിച്ച് പോലെ അതിന് മധ്യത്തിൽ നിന്ന് പരിഹരിക്കുന്നത് ഈ ഫ്രെറ്റേണിറ്റിയാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫ്രെറ്റേണിറ്റി എന്നും ചേർക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കും. ഈ ഭരണഘടനയാണ് നമുക്ക്. ആ ഭരണഘടന അനുസരിച്ച് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് നോ റിലിജൻ എന്നാണ് അതിന്റെ ഏറ്റവും ചുരുക്കത്തിലുള്ള. അത് മാത്രമല്ല, എന്നാൽ അതാണ് പ്രധാനം. ഗവൺമെന്റിന് മതം ഉണ്ടാകാൻ പാടില്ല. ഗവൺമെന്റിന് മതം ഉണ്ടാവുക എന്നുള്ളത് ശരിയല്ല. ഗവൺമെന്റിലെ മന്ത്രിമാർക്കാവാം, ഉദ്യോഗസ്ഥന്മാർക്കാവാം, പക്ഷെ ഗവൺമെന്റ് ഹാസ് നോ റിലിജൻ. ഇന്നിവിടെ അതാണോ നടക്കുന്നത്? ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് സന്യാസി വര്യന്മാരാണ്. അപ്പൊ എവിടെ മതേതരത്വം? അത് നേരെ തിരിച്ചാണ് അവർ രണ്ടു കൂട്ടരും ചെയ്തെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മീഡിയാസ്, ഗോദി മീഡിയ എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ മിക്കവാറും മാധ്യമങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ വഴുതിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിട്ട് ഏതാണ്ട് 600 കോടി രൂപയാണ് PR വർക്കിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കൈവശപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കുറേയൊക്കെ ചെയ്യുമായിരിക്കും. ഇവിടെ അത് ഏതാണ്ട് ഒരു സത്യമാണ്. കേരളത്തിലും അതിൽ ഏറെക്കുറെ യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഇന്നലെ വരെ ഉണ്ടായ ഒരു അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവം എന്താ? ആ സംഭവം ഫ്ലോട്ടില, സ്മൂത്ത് ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു കപ്പൽ വ്യൂഹം അല്ലെങ്കിൽ ബോട്ടുകളുടെ വ്യൂഹം പുറപ്പെട്ടിട്ട് അത് ഗാസ മുനമ്പിലേക്ക് വന്ന് ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും അവർക്കാവുന്നത്ര അവരെ സഹായിക്കുവാനും വേണ്ടി പുറപ്പെട്ട വലിയൊരു സമൂഹമായിരുന്നു. 44 രാഷ്ട്രങ്ങളിലെ പൗരന്മാർ അതിലുണ്ടായിരുന്നു. ആ ബോട്ടുകളെല്ലാം അവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ എത്താറായപ്പോൾ ആ ബോട്ടിൽ അതിനെ ഇസ്രായേൽ നേരിടുന്നവർക്ക് അറിയാം. ഇസ്രായേൽ അവരെ തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിലുള്ള ചിത്രക്കാരൊന്നുമല്ല, സാധാരണ നാട്ടുകാരൊന്നുമില്ല. ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശ പ്രവർത്തകയായ പെൺകുട്ടി, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, സാഹിത്യകാരന്മാര്, എഴുത്തുകാരെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് ആയുവാണ്. അതൊരു വലിയ വാർത്തയായിരുന്നു, കണ്ടതായിരുന്നു 2 ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് കണ്ടത് മഹാരാജാസ് കോളേജിൽ മരത്തിന്റെ മുകളിൽ ഒരു പെരുമ്പാമ്പുണ്ടെന്നുള്ളതാണ്. ഇന്നലെ മുഴുവൻ വാർത്ത. രാത്രി അതിനെ പിടിച്ചപ്പോൾ ആശ്വാസമായി, ഇനിയെങ്കിലും ഒന്നും പറയില്ലല്ലോ. പിന്നെ അതിനെ കൊണ്ടുപോകുന്നതൊക്കെ കാണിക്കുന്നു. അതുപോലെ ഒരു ആന ഇറങ്ങിയാൽ ആന ഇറങ്ങിയ മൃഗങ്ങള് അങ്ങാടിയിൽ ഇറങ്ങുക എന്നുള്ളതൊരു സാധാരണ സംഭവമാണ്. കുറെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ 1-2 തവണ ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നാൽ ഒരാഴ്ച കാലൊക്കെയാണ് ഒരു ആന പുറത്തിറങ്ങിയാൽ നമ്മുടെ മാധ്യമങ്ങൾ അതിന് സമയം കൊടുക്കും. ഈ മലയാളത്തിലെ അധികം മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും മാത്രം കാണുന്ന നമുക്ക് ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഈ ലോകത്തിലാണെന്ന് ജീവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഈ ലോകത്ത് നടക്കുന്ന ഒരു സംഭവവികാസങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ ഏതോ ഒരു വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയി അവരെല്ലാം തന്നെ ജഡ്ജ്മെന്റ് നടത്തി വളരെ
എന്താ പറയാ, ഒരു മാധ്യമത്തിന് ഒരിക്കലും അനുയോജ്യമല്ലാത്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ പോലും മാധ്യമങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ മാധ്യമങ്ങളെ കൈവശപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോ ഇന്ത്യയിലുള്ളത്. ഫാഷിസ്റ്റ് ഏകാധിപതികൾ എന്നൊക്കെ പറയാറുണ്ട്. ഫാഷിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ മെർജർ ഓഫ് കോർപ്പറേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ് അതിനെ ഇദ്ദേഹം തന്നെ മുസോളിനി തന്നെ അതിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് കുത്തക മുതലാളിമാരുടെയും കോർപ്പറേറ്റുകളുടെയും ഒക്കെ ഒരു ലയനമാണ്. അതും ഭരണകൂടവും തമ്മിലുള്ള ഒരു ലയനമാണെന്നാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അഡാനി അംബാനി തുടങ്ങിയ ആളുകൾ ഇന്ത്യയെ കൊണ്ടുനടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ധാരാളമായിട്ട് എണ്ണ കുറഞ്ഞ വിലക്ക് വാങ്ങുന്നു. നമുക്ക് സന്തോഷം തോന്നും. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങണല്ലോ. അപ്പൊ ഈ അമേരിക്കക്ക് അത് വലിയ പ്രശ്നമായി. അതിലൊരു കുഴപ്പമില്ല. അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ കഴിഞ്ഞു. ഒരു വലിയ സന്തോഷകരമായ വാർത്ത. പക്ഷെ ആ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ആരാ? അത് അംബാനിയും അതുപോലെ നായര എന്ന് പറഞ്ഞൊരു പമ്പില്ല, അവരുമാണ് ഈ വാങ്ങുന്നത്. അവരത് ആ ക്രൂഡ് ഓയിൽ ഇവിടെ കൊടുന്ന് ശുദ്ധീകരിച്ചിട്ട് വലിയ വിലക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവിടെ നമ്മളാരും എണ്ണ വാങ്ങിയിട്ടില്ല. റഷ്യയിൽ നമുക്കൊരു 3/4 കുറഞ്ഞു കിട്ടിയില്ല. അത് മുഴുവൻ ആരാ ചെയ്യുന്നവരാണ്. അപ്പൊ എന്താണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്? ഈ ഗവൺമെന്റ് പല കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അവര് ഒരു അരിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ജോലിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും സംസാരിക്കാറില്ല. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതപരമായിട്ടുള്ള വിഭജനം, വർഗീയത, ധ്രുവീകരണം എന്നല്ലാതെ വേറൊന്നും അവരെ വായിൽ നിന്ന് വരാറില്ല. ഞാൻ ആ ഒരു ഗവൺമെന്റിനെ മാത്രം വിമർശിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയല്ല. എന്നോട് ക്ഷമിക്കണം, ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഇന്ത്യ രാജ്യത്ത് സെക്യുലറിസവും ജനാധിപത്യവും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. അവിടെയാണ് മഹാത്മാഗാന്ധി പ്രസക്തമാകുന്നത്. വീണ്ടും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ, ദർശനങ്ങൾ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ അതുപോലുള്ള ദർശനങ്ങൾക്ക് കഴിയും. നെഹ്റു എന്ന് പറയാം ഇന്ത്യയെ പുനഃസൃഷ്ടിച്ച, ഇല്ലായ്മയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ചവച്ചു നോക്കിയ ഇന്ത്യയെ അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതുക്കി പണിത മഹാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ. ഈ മഹാത്മാഗാന്ധി ഓരോ വിഷയത്തിലെടുത്ത സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അതിന്റെ മാതൃക. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന 49 റാത്തൽ തൂക്കാണ്. 49 റാത്തൽ എന്ന് പറഞ്ഞാൽ 49 കിലോ പോലും ഇല്ല. അങ്ങനെ നിരാഹാര സത്യാഗ്രഹം കിടന്നിട്ടും ആഹാരം നിയന്ത്രിച്ചിട്ടും ഒക്കെ ആയിട്ടുള്ള നിഷ്ഠയായ ജീവിതത്തിൽ തുടർന്ന് മഹാത്മാഗാന്ധി അദ്ദേഹം അന്ന് കട്ടിൽ നിരാഹാര സത്യാഗ്രഹം കിടക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് എഴുതി, ഒരു ഗർഭസ്ഥ ശിശു കിടക്കും പോലെ ഉണ്ടെന്ന്. ആ മനുഷ്യനെ വെടിവെച്ചു. ആലോചിച്ചു. അപ്പൊ നമ്മുടെ രാജ്യം ആരുടെ രാജ്യമാണ്? ഇന്ത്യ മുഴുവൻ ജനങ്ങളുടെയും രാജ്യമാണ്. ഇവിടെ എന്താണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്നുള്ളൊരു ചോദ്യം. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിന് ഈ ഹിന്ദുത്വം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹിന്ദു. ഹിന്ദുത്വവും ഹിന്ദുവും രണ്ടാണ്, തീർത്തും രണ്ടാണ്. മഹാത്മാഗാന്ധി നല്ലൊരു ഹിന്ദു ആയിരുന്നു എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞു. ആ മഹാത്മാഗാന്ധിയാണ് ഹിന്ദു, അല്ലേ? അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് വേറൊരു ഹിന്ദുവാണ്. അത് ഹിന്ദുത്വ, ഇത് ഹിന്ദുവാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് അവിടെ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരൊക്കെ ഒരുമിച്ച് നിൽക്കണം. നമ്മ പക്ഷേ നമ്മുടെ നിസ്സഹായത കൊണ്ട് ഇന്നത്തെ സ്ഥിതി ജാനാമി ധർമ്മം നജമേ പ്രവർത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി എന്നാണ്. ധർമ്മം എന്താണെന്ന് അറിയാം, പക്ഷെ പ്രവർത്തിക്കാനാവുന്നില്ല. അധർമ്മം എന്താണെന്ന് അറിയാം, പക്ഷെ പ്രവർത്തിക്കാതിരിക്കാനാവുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈ നിസ്സഹായാവസ്ഥ, ഭൂരിപക്ഷം ആളുകളുടെ ഈ നിശബ്ദത ഇന്ത്യ രാജ്യത്തെ അപകടത്തിലേക്ക് ഓരോ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു ചലനവുമില്ല, ഒരു സംഭവത്തിനും ഇന്നെല്ലാ കലാലയങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഞാനും ആന്റണിയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഒരുപാട് കാലം നയിച്ചിരുന്ന ആളാണ്. അതിന്റെ മുമ്പ് ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് നിന്ന ആൾക്കാരാണ് ഒരുപാട് വർഷങ്ങളായി. അക്കാലത്തൊക്കെ ഞങ്ങൾ ലോകത്തെ ഏത് സംഭവം നടക്കുമ്പോഴും കലാലയങ്ങളിൽ, കോളേജുകളിൽ ഒരു പ്രതിഷേധമോ ഒരു പ്രതികരണമോ ഉണ്ടാവും. അത് ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾക്ക് വസ്ത്രങ്ങളും ആഹാരവും കൊടുക്കുന്ന കാര്യത്തിലും, മരുന്ന് കൊടുക്കുന്ന കാര്യത്തിലും, വിയറ്റ്നാമിലെ കുട്ടികൾക്ക് ആശുപത്രി ഉണ്ടാക്കി കൊടുക്കാനും. അതാണ് കോളേജ് ക്യാമ്പസിലുള്ള ചർച്ച എപ്പോഴും. സംഭവവികാസങ്ങൾ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. ഇന്ന് ഏത് കോളേജിലാണ് അത്തരം കാര്യങ്ങൾക്ക് ആരാണ് പ്രതികരിക്കുന്നത്? ഒരു മനുഷ്യനും പ്രതികരിക്കുന്നില്ല. കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മളൊക്കെ പോകുമ്പോൾ
അവിടെ കുറെ കറുത്ത വസ്ത്രധാരികൾ, നമ്മളല്ല, കറുത്ത ടീഷർട്ട് ധരിച്ച ആളുകൾ, ചുവന്ന ടീഷർട്ട് ധരിച്ച ആളുകൾ, പലവിധ കൂട്ടങ്ങൾ, ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക അരാജകത്വത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായ വേറെ ഏതോ കാര്യങ്ങളിൽ ആലോചിച്ച് നടക്കുന്ന ആളുകളെ നാം കോളേജുകളിൽ കാണാൻ കഴിയും. ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ, അതിൽ സ്വീകാര്യമായവ സ്വീകരിക്കുവാനും അവരെ നിർവഹിച്ച് നയിക്കാനുള്ള ബാധ്യതയൊക്കെ നമുക്കുണ്ട്. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. പഴയ തലമുറ മുഴുവൻ നല്ലതാണെന്നും ഇതൊക്കെ മോശക്കാരാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ശരിയാണോ തെറ്റാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ മുഖം അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ മനുഷ്യന് നല്ലതാണെങ്കിൽ അതാണ് ശരി, നിങ്ങളത് ചെയ്തോളണം എന്നാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി തന്റെ ആശ്രമത്തിൽ, അഹമ്മദാബാദിലെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ 2 വിഭാഗം ആളുകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ കൃഷിക്കാരും സാധാരണക്കാരായിട്ട് വളരെ പാവപ്പെട്ട ആളുകൾ തമ്മിലൊരു തർക്കം ഉണ്ടായി. ആ തർക്കം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഗാന്ധിജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു അന്ന് വരാന്തയിലിരുന്നു. കാരണം ഗാന്ധിജി ഇങ്ങനെ ഒരു സംഗതിയിലാണ് കഴിഞ്ഞിട്ട് പുറത്തു വരുള്ളൂ. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ഠവമൊക്കെ നിങ്ങൾ കാണണം. 5-6 അടി പൊക്കമുള്ള ബ്രിട്ടീഷുകാരന്റെ രാജകുടുംബത്തിൽ ജനിച്ച വലിയ ആളാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ആ മൗണ്ട് ബാറ്റൻ പ്രഭു ഒരു കുഞ്ഞു കസേരയിൽ ഇരിക്കാൻ തന്നെ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം കാത്തിരിക്കണം. 1.5 മണിക്കൂർ കാത്തിരുന്നിട്ടാണ് ഗാന്ധി പുറത്തിറങ്ങി. ഗാന്ധി പുറത്തേക്ക് വരുമ്പോ പിന്നെ അദ്ദേഹത്തിന് മനസ്സിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഗാന്ധിയോട് അത്ര ബഹുമാനമായതുകൊണ്ടൊന്നും അദ്ദേഹം പ്രകടിപ്പിക്കില്ല. എങ്കിലും ഗാന്ധിജി പുറത്തേക്ക് വരുമ്പോ ഈ ആളുകളുടെ തർക്കം അവസാനിച്ച 2 കൂട്ടരും ഒപ്പം നിർത്തി ഗാന്ധിജിനെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വരുമ്പോ മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ബാപ്പുജി, ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഞാൻ ഇന്ത്യയുടെ ഗവർണർ ജനറൽ. അപ്പൊ ഗാന്ധിജി തിരിച്ചോണ്ട് പറഞ്ഞു, ബട്ട് ദ നാഷൻ ബിലോങ്സ് ടു ദം, പക്ഷെ രാജ്യം ഇവരുടേതാണ്. ഈ കൂടുതലുള്ള മനുഷ്യരുടെ നിങ്ങളെല്ലാം, നിങ്ങൾ അവരെ പണിക്കാരനാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഗാന്ധി പറഞ്ഞത്. അതാണ് ഗാന്ധിജിയുടെ ജനങ്ങളോടുള്ള അപ്രോച്ച്. ആ കൃഷിക്കാർക്ക് വേണ്ടി 1.5 മണിക്കൂർ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ പുറത്തിരുത്തിയ ആളാണ് ഗാന്ധി. അതുപോലെ ഒരുപാട് കഥകളും സംഭവങ്ങളും ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ആ മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ആർക്കും അങ്ങനെ ആകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വലിയ മെസ്സേജസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സത്യത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, അഹിംസ, സത്യാഗ്രഹം. മൗണ്ട് ബാറ്റൻ പ്രഭു ഈ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ വലിയ കലാപം നടക്കുമ്പോൾ മഹാത്മാഗാന്ധി ബലിയാഘട്ടിൽ കൽക്കട്ടയിലാണ്. അവിടെ കലാപം നടക്കുന്ന, പരസ്പരം കൊന്നൊടുക്കുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മധ്യത്തിൽ സമാധാനം ഉണ്ടാക്കാൻ നടക്കുകയാണ്. അദ്ദേഹം 3-4 ദിവസം കൂടെ സത്യാഗ്രഹം ഇരുന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആയുധങ്ങൾ കൈവച്ച് താഴെ വെച്ച് എല്ലാം അന്യരെ സഹായിക്കുന്ന തരത്തിൽ 2 കൂട്ടരും പരസ്പരം ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു അവസ്ഥ വന്ന് സമാധാനം ഉണ്ടാകുന്നത് വരെ ഞാൻ സത്യാഗ്രഹം കിടക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നു ഗാന്ധി പറഞ്ഞു. അത് പറഞ്ഞ് 3-4 ദിവസം കൊണ്ട് ആ വിഷയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ കൂടെ അന്നത്തെ പട്ടാളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ റെജിമെന്റ് അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുത്തിരുന്നു, വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം ബ്രിട്ടനിൽ ആർതർ മൂർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അവിടെ സത്യാഗ്രഹം കിടന്നു ഗാന്ധിജിയുടെ അനുഭവമായി. അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഗാന്ധിജി സത്യാഗ്രഹം അവസാനിച്ചു. എല്ലാ ആളുകളും ഗാന്ധിജിയെ വന്ന് സമീപിച്ച് ആയുധം താഴെ വെച്ച് ഞങ്ങളൊരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് സമ്മതിച്ചപ്പോഴാണ് ഗാന്ധിജി അത് അവസാനിച്ചത്. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിജിയെ വിളിച്ചു പറഞ്ഞു, ബാപ്പുജി, എനിക്ക് പഞ്ചാബിലെ കലാപം നടക്കുമ്പോൾ ഞാൻ 66,000 പട്ടാളക്കാരെ അവിടെ നിയോഗിച്ചിരുന്നു. എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു വർഗീയ കലാപത്തിൽ. പക്ഷെ എനിക്ക് കൽക്കത്തയിൽ ഉണ്ടായിരുന്ന ഏക ബലം അങ്ങാണ്. ഒരേ ഒരാൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കൽക്കട്ടയിലെ നിങ്ങളാണ്. അതിനേക്കാളും ആളുകളുടെ ജീവൻ രക്ഷിച്ച ആളാണ് നിങ്ങൾ. 66,000 പട്ടാളക്കാർക്ക് സാധിക്കാത്തത് 3 ദിവസത്തെ സത്യാഗ്രഹം കൊണ്ട് ഗാന്ധിജിക്ക് സാധിച്ചു എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ആ മഹാത്മാഗാന്ധി, അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ ഇവിടെ പറഞ്ഞ ഈ ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിന്നെ എല്ലാ മാസവും മുഖ്യമന്ത്രിമാർക്കൊക്കെ കത്തെഴുതിയിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ മുഖ്യമന്ത്രിമാർക്ക് കൊടുക്കും.
ഒരു മാസത്തിൽ നെഹ്റു ഒരു മാസം അയച്ച ഒരു മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശുചീകരണം നടത്തുന്ന തൊഴിലാളികളുടെ ചൂലിന് നീളം കൂട്ടണമെന്നായിരുന്നു. അന്ന് ചൂല് നീളമില്ലാത്ത, അതുകൊണ്ട് ഇവർ ഇരുന്നിട്ടും വളഞ്ഞിട്ടും ഒക്കെയാണ് ഈ സ്ത്രീകളായിട്ടുള്ള ജോലിക്കാര് ഈ ശുചീകരണം നടത്തുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ വേദനയും രോഗങ്ങളുമാണ്. അത് മാറാൻ വേണ്ടി ആ ചൂലിന് ഉയരം കൂട്ടിയിട്ട് അവർക്ക് നിന്ന് ശുചീകരണം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കണം. മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയ ആളാണെന്ന് ആലോചിച്ചു. ഒരു പ്രധാനമന്ത്രി എഴുതുകയാണ്. അപ്പൊ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ അദ്ദേഹം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും. ആ മഹാത്മാഗാന്ധിയുടെ തത്തുല്യമായ ആദർശങ്ങളൊക്കെ കേരളത്തിലും പലതും ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവതും കണ്ടലയാതെ അമർന്നിടണമെന്നാണ് ഗുരു. അതായത് പല മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് മനസ്സിലാക്കാതെ ചില ആളുകൾ പല യുക്തി പറഞ്ഞ് നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ആകരുത്, നിങ്ങൾ ശാന്തരായിരിക്കണം, അത് ശരിയല്ല എന്നുള്ളത്. ഗാന്ധിജി എല്ലാ മതങ്ങളും അല്ല, ഗുരു എല്ലാ മതങ്ങളും ഒന്നാന്നല്ല പറഞ്ഞു, എല്ലാ മതങ്ങളുടെ സാരവും ഒന്നാണെന്നാണ് ഗുരു പറഞ്ഞത്, അല്ലേ? അതുപോലെ രമണ മഹർഷി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിലുള്ള 3-4 കുട്ടികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ എപ്പോഴാണ് നേരം വെളുക്കുന്നത്? അപ്പോ കുട്ടികൾ ഒരാൾ എണീറ്റ് പറഞ്ഞു, അത് കിഴക്കൻ ചക്രവാളത്തിൽ ചുവപ്പ് പടരുമ്പോൾ നേരം പുലരുന്നതാണ്. അപ്പൊ യു ആർ റോങ്, സിറ്റ് ഡൗൺ ഇരിക്കാൻ പറഞ്ഞു, തെറ്റാണ്. അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോ അടുത്ത കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ വൃക്ഷങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നേരം വെളുക്കുക. അപ്പോ മഹർഷി പറഞ്ഞു, അത് തെറ്റാണ്, യു ആർ റോങ്, സിറ്റ് ഡൗൺ. അപ്പൊ കുട്ടികൾ പറഞ്ഞാൽ ഗുരു തന്നെ പറയാറ്. അങ്ങനെ രമണ മഹർഷിയോട് ചോദിച്ചപ്പോ രമണ മഹർഷി കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഒരു പുരുഷനെ കണ്ടാൽ അത് നിങ്ങളുടെ സഹോദരനാണെന്നും ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങളുടെ സഹോദരിയാണെന്നും എപ്പോ ബോധ്യപ്പെടുന്നുവോ അപ്പോൾ നേരം വെളുക്കുക. അവരുടെ ഒരു വീക്ഷണം അതാണ്. ആ വിശാലമായ വീക്ഷണം ഉണ്ടായിരുന്ന മതാചാര്യന്മാരും മഹർഷിവര്യന്മാരും ഒക്കെ ജീവിച്ച ഒരു രാജ്യമാണ്. ആ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം, അല്ലാതെ മറ്റു ചിലർ പ്രചരിപ്പിക്കുന്നത് പോലുള്ള സംസ്കാരങ്ങളല്ല. അപ്പൊ മനുഷ്യരെല്ലാം ഒരുമിച്ച് തീർന്നു. 6427 ജാതികളുടെ രാജ്യമാണ്. ഒരുപാട് മതങ്ങളുള്ള സ്ഥലമാണ്. പക്ഷെ ആ മതങ്ങളും ജാതികളൊക്കെ ഒരുമിച്ച് നിന്നിരുന്നു. ഇന്ന് അതിനെ ഓരോ ദിവസവും വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ധീരോദത്തമായ പ്രക്ഷോഭ സമരങ്ങളിൽ ഒരുപാട് ജീവൻ ബലിയർപ്പിച്ചും കഷ്ടപ്പെട്ടും ആണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി. ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിൽ വന്ന സർക്കാർ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നു. പല നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. 300 വർഷത്തോളം വരുന്ന മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം നീക്കം ചെയ്തു. ഈ മുഗൾ ചക്രവർത്തിമാരിൽ ഇപ്പോ അക്ബർ ചക്രവർത്തിയാണ് മഹാഭാരതം ആദ്യമായി ഏതാണ്ട് 1,00,000 ശ്ലോകം സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. മഹാഭാരതം ഒരിക്കലും സംസ്കൃതത്തിൽ നിന്ന് വേറെ ഭാഷയിലേക്ക് പോയിട്ടില്ലാത്ത കാലത്ത് ആദ്യമായി അതിനെ സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അക്ബർ ചക്രവർത്തിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ധാരാഷുക്കു എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി അധികാരത്തിൽ വന്നിട്ടില്ല. ഷാജഹാന്റെ പുത്രൻ ഔറംഗസീബിന്റെ സഹോദരനായ ധാരാഷുക്കുവാണ് ഉപനിഷത്തുകളും ചില പുരാണങ്ങളും ഒക്കെ സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പോ ആ ചക്രവർത്തിമാരുടെയൊക്കെ കാലത്ത് ചക്രവർത്തി എന്ന നിലയിൽ അവര് നല്ലതും ചീത്തമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഭരണാധികാരി. അല്ലാതെ അത് ഹിന്ദു എന്ന നിലയിലോ മുസ്ലിം എന്ന നിലയിലോ അല്ല. അപ്പൊ അവരെല്ലാം തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് നെഹ്റുവിനെ തീരെ ചരിത്രത്തിൽ നിന്ന് നീക്കി മഹാത്മാഗാന്ധിയെ മോശക്കാരനായി ചിത്രീകരിച്ച് നമ്മുടെ ചരിത്രം മാറ്റിക്കുറിക്കുകയും നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ആ മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാതെ അവിസ്മരണീയമായ ആ ഓർമ്മയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയുവാനുള്ളത്. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ഒരുപോലെ ചിന്തിക്കുകയും എല്ലാം സാരാംശത്തിൽ ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, അദ്ദേഹം പറഞ്ഞു, പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൻ ഒടുങ്ങെങ്കിലാണ്.
ഒരു മതവും വേറൊരു മതത്തോട് പൊരുതി ജയിക്കില്ല. എന്നാൽ പരമതവാദി തോർത്തിടാതെ എന്ത് ചെയ്യുന്നു, വെറുതെ ഇതിനെ ഈ പൊരുത്ത് നടത്തിയാൽ പൊലിഞ്ഞു പോകുന്നു മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് വേണം. അപ്പൊ ഇങ്ങനെ വെറുതെ പൊരുതിയാൽ നിങ്ങൾ നശിച്ചു പോകുന്നല്ലാണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. അങ്ങനെ പൊരുതിക്കൂടാ എന്നാണ് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞു. അതുപോലെ ഈ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള മഹർഷിവര്യന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാർഗം അതുണ്ട്. അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ആളുകളുള്ളത് കൊണ്ട് 2 ദിവസം പ്രസംഗിക്കാൻ ആൾക്കാരോട് അത് ഞാൻ നീട്ടിക്കൊണ്ട് പോകില്ല. ഞങ്ങളെല്ലാവരും കൂടി ശരിക്കും ഞങ്ങളെ ഫുൾ സ്പീച്ച് നടത്തിയാൽ നാളെ രാവിലെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, അത്രയധികം ആളുണ്ട്. ഈ അജീതൊക്കെ സാധാരണ 1.5 മണിക്കൂറാണ്. ഞാനും ചിലപ്പോൾ 1.5-2 ഒക്കെ ആവും, ചിലപ്പോൾ 1 മണിക്കൂറിൽ നിൽക്കും. ആന്റണി പിന്നെ അടുത്ത കാലത്തായിട്ട് വല്ലാതെ പ്രസംഗമില്ലായിരുന്നു. CP നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ ഈ CP ഒക്കെ നിയമസഭയിൽ നല്ല ഒന്നാന്തരം സാമാജികനായിരുന്നു, നിങ്ങൾക്കറിയാം. CP ഇപ്പൊ അടുത്ത ദിവസം ഒരു നിക്കാഹിന് പോയപ്പോൾ ഞാൻ ഓർത്തു CP ആ നിക്കാഹ് നടത്തുന്ന ഉസ്താദ് നിക്കാഹിന് മുമ്പുള്ള കുത്തുബയിൽ ആദ്യം സഫലമീ യാത്രയാണ് ചെയ്യും. എന്താണ് അതിലേക്കുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ആളുകൾ സെക്കുലർ ആകാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഫലമായിട്ട് പലരും ചെയ്യുന്നു. എന്താണ്, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, അന്ന് എന്താ സംഭവിക്കുക നമുക്ക് അറിഞ്ഞുകൂടാന്ന് വെച്ചിട്ട് CP സഫലമീ യാത്ര ശ്രമിച്ചത് നല്ല ഒന്നാന്തരം പ്രസംഗം CPയുടെ അടുത്തേക്ക് ഗവൺമെന്റ്. അതിപ്പോ ഒരു നിക്കാൻ ചെന്നപ്പോൾ ഉസ്താദ് ഇല്ല. അപ്പൊ അതൊക്കെ മനുഷ്യരിൽ വന്ന മാറ്റമാണ്. ആ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് സാധിക്കട്ടെ. പ്രത്യേകിച്ച് മുഹമ്മദ് കുട്ടികളും ഈ പ്രസ്ഥാനത്തിനും പ്രയാങ്കളിലും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്